എന്ത് ഞാൻ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയത് ഇപ്പോ എത്ര നേരം ഞാൻ എടുത്തിട്ടില്ല. പുറത്തേക്ക് വരില്ല, ഇവിടെ നിന്ന് സംസാരിക്ക്. ഇയാളാരാ? എന്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കയറി വരുമ്പോ ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഞാൻ ഇപ്പഴാ എടുത്തത്, ഇപ്പൊ ചൂടായിട്ട് കയറി വരുമ്പോ ഞാൻ എടുത്തത്. ഞാൻ ഇത്ര നേരം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചൂടായി വരുമ്പോ ഞാൻ എന്താ കാണിക്കണ്ടേ? ഞാൻ എടുക്കും. എടുത്തോ. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിൽ സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്തതിനെ ചൊല്ലിയുള്ള കയ്യാങ്കളിയുടെയും സംഘർഷത്തിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ സഹോദരങ്ങളും ചിക്കിംഗ് മാനേജറും തമ്മിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. വാക്കുതർക്കത്തിനൊടുവിൽ മാനേജർ കത്തിയുമായി കയ്യേറ്റം ചെയ്തതെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് വിദ്യാർത്ഥികളുടെയും സഹോദരങ്ങളുടെയും പരാതി. വിദ്യാർത്ഥികളുടെ സഹോദരങ്ങൾ തന്നെ ആക്രമിച്ചെന്ന് മാനേജരും പരാതി നൽകിയിട്ടുണ്ട്. ഇരു കൂട്ടരുടെയും പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ചെറിയ വാക്കുതർക്കം നമുക്ക് തുടക്കത്തിൽ ആ ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം കയ്യാങ്കളി ഉണ്ടാകുന്നു, വലിയ സംഘർഷത്തിലേക്ക് മാറുന്നു, മാനേജറെ സംഘം ചേർന്ന് ആക്രമിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ടോമ, ഈ കുട്ടികൾ CBSE സ്പോർട്സ് മീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തിയവരാണ്. ഇവരെ അതിനുശേഷം അവിടെ ചിക്കിങ്ങിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്നു. അവരെ ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സാൻഡ്വിച്ച് അതിൽ ചിക്കൻ വളരെ കുറവാണ്, ചിക്കൻ്റെ ഒരു അളവ് കുറവാണ്. ഇത് അവർ ചോദിച്ചു, അവരോട് സെർവ് ചെയ്തവരോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അതിന് വളരെ പരുഷമായ രീതിയിൽ അവർ മറുപടി നൽകി എന്നതാണ് പറയുന്നത്. വീണ്ടും ഇവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ മാനേജർ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, മാനേജർ എന്നാണ് പറയുന്നത്, അയാൾ വരികയും ഇവരോട് വളരെ ക്ഷോഭിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുകയും എല്ലാം ചെയ്തു. ഇവരോട് ഇത്ര കണ്ട ഈ കുട്ടികളോട് ക്ഷോഭിക്കുന്നപ്പോൾ അവർ മൊബൈൽ ഫോണിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു. ദൃശ്യങ്ങൾ പകർത്തിയത് കൂടുതൽ പ്രകോപിതനാക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടികളുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് അടുക്കുന്നു. നമുക്കറിയാം, വളരെ മോശമായ രീതിയിലെല്ലാം തന്നെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ആ ഹോട്ടലിനകത്ത് അവരുടെ കസ്റ്റമേഴ്സാണ് എന്നത് പോലും നോക്കാതെ നേരെ ചെന്ന് അവരോട് തല്ലാൻ പോകുന്ന രീതിയിലെല്ലാമാണ് അവർ ചെല്ലുന്നത്. അത് അവിടെയും തീരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ നിന്ന് കത്തിയെടുത്തുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. കത്തിയെടുത്തുകൊണ്ട് ഇവരെ കുത്തുമെന്നും അതോടൊപ്പം തന്നെ ഹോട്ടലിന് പുറത്തേക്ക് വരാനായിട്ട് ഇവർ വെല്ലുവിളിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് ഇവിടെ ഈ കൊച്ചിയിലുള്ള ഒരു വിദ്യാർത്ഥി കൂടിയുണ്ട്. അയാളുടെ സഹോദരനെ വിളിച്ചു വരുത്തുകയാണ്. സഹോദരനെ വിളിച്ചു വരുത്തുമ്പോൾ ഉടനെ വാക്കേറ്റമാവും. തിരിച്ചു വന്ന ഈ വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് ഇവരുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങാൻ, ഈ വാക്കേറ്റത്തിന് കത്തി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. അത് കയ്യാങ്കളിയിലേക്കെല്ലാം തന്നെ പോകുന്നുണ്ട്. തുടർന്ന് വിവരമറിഞ്ഞാണ് പോലീസ് എത്തുകയും ഇവരെ പിടിച്ചു മാറ്റുകയും എല്ലാം ചെയ്തു. അതിനുശേഷം ഇത് പരാതിയായി മാറുന്നു. പരാതി ഈ രീതിയിലുള്ളതാണ്. 2 പരാതികൾ വന്നിരിക്കുന്നു. ഒന്ന്, വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന പരാതി അവരെ കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിച്ചു, അവരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നതെല്ലാം തന്നെ പറയുന്നു. അതിൻ്റെ ഒരു പരിധിവരെയെങ്കിലും ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ തെളിവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. മാനേജർ നൽകിയിരിക്കുന്നത്
ഈ വിദ്യാർത്ഥിയുടെ സഹോദരനെതിരെയാണ്. സഹോദരൻ തന്നെ മർദ്ദിച്ചു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ 2 പരാതികളും എറണാകുളം സെൻട്രൽ പോലീസിലേക്കാണ് വന്നിരിക്കുന്നത്. പോലീസ് ഈ പരാതിയിൽ നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇവർക്ക് വിദ്യാർത്ഥികൾക്ക് നേരെ ഇതിനകത്ത് വെച്ചുണ്ടായ ഹോട്ടലിനകത്ത് വെച്ച വലിയ രീതിയിൽ ആക്രോശമുണ്ടായി എന്നതെല്ലാം തന്നെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. അവർ തല്ലാൻ ചെല്ലുന്നതടക്കമെല്ലാം തന്നെ വ്യക്തമാണ്. ഏതായാലും അവർ അകത്തേക്ക് കയറുന്ന ഒരു സ്ഥാപനത്തിനകത്തേക്ക് കയറുന്നവർ ഈ രീതിയിൽ മാനേജർമാർ ഇങ്ങനെ പെരുമാറാമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ഒപ്പം കത്തിയുമായിട്ട് അവരെ കുത്തിവീഴ്ത്തുമെന്ന് പറയുന്നു. പുറത്തേക്ക് വന്നാൽ കാണിച്ചു തരാമെന്നെല്ലാം തന്നെ പറഞ്ഞ ഭീഷണി മുഴക്കുകയെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം. കുട്ടികൾ സംസാരിക്കുന്നതും അതിൽ നിന്ന് കാണാം. അവർക്ക് തീർച്ചയായും ഡാനി അതാണ് കാരണം. ഒരു ഹോട്ടലിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ജീവനക്കാരും അവിടെ എത്തുന്ന ആളുകളും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു സമവായത്തിന്റെ രീതി സ്വീകരിക്കേണ്ടവരാണ് ഈ മാനേജർമാർ, പ്രശ്നം പരിഹരിക്കേണ്ടവരാണ്. പക്ഷെ നമുക്കറിയാം ഈ മാനേജറുടെ ശരീരഭാഷ കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കാരണം കുട്ടികൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, ചിക്കിങ്ങിൽ ചിക്കൻ കുറവാണെന്ന് പറഞ്ഞ് അവിടെ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണ്, അവരോട് ഇടപെടേണ്ട രീതിയിലല്ല മാനേജറുടെ ഭാഗത്ത് ഇടപെടലുണ്ടായത്. പിന്നീട് കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം, അതായത് സംഭവങ്ങൾ ഉണ്ടായ ശേഷമാണോ ഈ വിദ്യാർത്ഥികൾ അവരുടെ സഹോദരങ്ങളെ വിളിച്ചു വരുത്തിയത്, അതോ ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സഹോദരങ്ങളോട് ഉണ്ടായിരുന്നോ? ടോം സഹോദരനെ വിളിച്ചു വരുത്തുകയായിരുന്നു കുട്ടികൾ ചെയ്തിരുന്നത്. കാരണം അവർക്ക് ജീവന ഭീഷണിയുണ്ടെന്ന് തോന്നിയ ഘട്ടത്തിലായിരുന്നത്. ടോം അതിൽ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. കാരണം ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ ഒരു സെറ്റിൽമെന്റ് എന്ന രീതിയിലെല്ലാം തന്നെ ചർച്ചകളിലേക്ക് വരേണ്ട ഒരാളാണ്. അവിടെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ട ഒരാളാണല്ലോ ഈ മാനേജർ എന്നെല്ലാം തന്നെ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ എന്നെല്ലാം തന്നെ പറയുന്നത് അവരെ തല്ലാൻ ചെല്ലുകയും അവരെ വെല്ലുവിളിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. കാരണം കുട്ടികൾ ഒരു പക്ഷേ കുറെ കൂടി കായിക ശേഷി അയാളെക്കാൾ കുറച്ചുകൂടി താഴ്ന്നു നിൽക്കുന്നവരാകുന്നത് കൊണ്ടുള്ള ഒരു ആത്മവിശ്വാസവും അഹങ്കാരവും ഒക്കെ ആവാം ആ രീതിയിലേക്ക് അയാളെ ചെന്നത്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ 1-2 വിദ്യാർത്ഥികളെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളല്ലേ, അവർക്ക് ഒരുപക്ഷെ ഇയാളെ വെല്ലുവിളിക്കാൻ, ശാരീരികമായി വെല്ലുവിളിക്കാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. അപ്പോൾ അത് കണ്ടൊരു ആത്മവിശ്വാസം കൂടുതലും കാര്യങ്ങളും കൊണ്ട് അയാൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ചെന്നതാവാം. വലിയ രീതിയിലേക്ക് അവരുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് അടുക്കുന്നുണ്ട്, അവരെ ശരിയാക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും പോരാതിരുന്നാണ് കത്തിയെടുത്ത് വരിക. എന്തൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കത്തിയെടുത്തുകൊണ്ട് വന്ന് അവരെ ശരിപ്പെടുത്തുമെന്ന് പറയുന്നു. പുറത്തേക്ക് വന്നാൽ അവരെ കുത്തിവീഴ്ത്തുമെന്നെല്ലാം തന്നെ പറയുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് വിദ്യാർത്ഥികൾ അവരുടെ സഹോദരനെ വിളിച്ചു വരുത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് നമ്മളെ ഒരു ന്യൂജൻ ഹോട്ടലുകളിലേക്കെല്ലാം തന്നെ ശ്രേണിയിൽ വലിയ ശൃംഖലയൊക്കെയുള്ള സംവിധാനങ്ങളാണല്ലോ ചിക്കിങ് എന്നെല്ലാം തന്നെ പറയുമ്പോൾ. അപ്പോൾ അവിടെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നതെന്നാണ്. അവിടെയുള്ള ഒരു മാനേജറുടെ സ്വഭാവമാണ് ഈ രീതിയിലെല്ലാം തന്നെ കാര്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്തായാലും തന്നെ ഈ ചിക്കിങ് എന്ന വലിയൊരു ബ്രാൻഡിന് തന്നെ ഇതൊരു നാണക്കേടാണ്. കാരണം ഈ രീതിയിലല്ല സാധാരണക്കാരായ ജനങ്ങൾ ഇവരിൽ നിന്നുള്ള ഒരു ഇടപെടലുകൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചിക്കിങ്ങിന്റെ അധികൃതർക്ക് വിദ്യാർത്ഥികളും കുടുംബവും പരാതി നൽകിയിട്ടുണ്ടോ? ഈ മാനേജറാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസെടുത്തൊരു പശ്ചാത്തലമുണ്ട്, അങ്ങനെയെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതല്ലേ അയാൾക്കെതിരെ? തീർച്ചയായും അത്തരം നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. കാരണം ഇതൊരു വലിയ ചെയിൻ ഹോട്ടൽസ് എല്ലാം സമ്പ്രദായങ്ങളെല്ലാമുള്ള ഫ്രാഞ്ചൈസികളാണ് നൽകുന്നതെങ്കിൽ കൂടിയും അവരുടെ ഒരു റെപ്യൂട്ടേഷൻ എല്ലാം തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയായി പോയി ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ മാനേജ്മെന്റിൻ്റെയൊക്കെ പരാതി നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ നടപടികളിലേക്ക് നീങ്ങാം. കാരണം ഇത്തരം ഒരു സമീപനം, ഒരു സ്വഭാവ സമീപനമൊന്നും ഒരിക്കലും അനുവർത്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നടപടികളിലേക്ക് നീങ്ങിയേക്കാമെന്ന് തോന്നുന്നു. മാത്രവുമല്ല, ഇതിൽ അങ്ങനെ കുട്ടികളുടെ ആദ്യത്തെ പരാതിയും കണക്കിലെടുക്കേണ്ടതാണ്. ഇതിൽ ചിക്കൻ്റെ ഇത് അളവ് കുറവാണ് എന്നതെങ്കിൽ അതിലൊരു ഉപഭോക്തൃ കോടതിയുടെ അടക്കം പരാതികളിലേക്ക് പോകാൻ സാധ്യതയുള്ളതാണ്. കാരണം പലപ്പോഴായി ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിൽ വില വാങ്ങുന്ന ഹോട്ടലുകൾ പലതും വിളമ്പുന്നതിൽ കൃത്യമായൊരു അളവ് പാലിക്കുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ വളരെ സജീവമായുള്ളൊരു സമയം കൂടിയാണ്. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടാവാം വിദ്യാർത്ഥികളും അതടക്കം ചോദിച്ചത്. കാരണം ഇവിടെ നിന്ന് വാങ്ങുന്ന ഭക്ഷ്യവസ്തുക്കൾക്കെല്ലാം ന്യായമായ രീതിയിൽ അധികം വിലയുള്ള ഈടാക്കുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെയാണ് അവരുടെ ബ്രാൻഡ് വാല്യൂ വെച്ച്. അപ്പോൾ സ്വാഭാവികമായും അവരത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചേക്കാം. തീർച്ചയായും കൺസ്യൂമർ കോർട്ടിനടക്കം ഇടപെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം പരാതികൾ കൂടി ഒരുപക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. ടോം.
യെസ്, യഥാർത്ഥത്തിൽ എന്താണ് ചിക്കിംഗ് സെന്ററിൽ സംഭവിച്ചതെന്ന് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കയറി വരുമ്പോ ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഞാൻ ഇപ്പോഴാണ് എടുത്തത്. ഇപ്പൊ ചൂടായിട്ട് കയറി വരുമ്പോ ഞാൻ എടുത്തത്. ഞാൻ ഇത്ര നേരം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചൂടായി വരുമ്പോ ഞാൻ എന്താ കാണിക്കണ്ടേ? ഞാൻ എടുക്കും. എടുത്തോ. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കോഴിക്കോട് തിരുവള്ളൂരിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്ക് നേരെ ആൾക്കൂട്ട മർദ്ദനമെന്ന് പരാതി. ഗുഡ്സ് ഓട്ടോറിക്ഷ ബൈക്കിൽ തട്ടിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. പേരാമ്പ്ര കൽപ്പത്തൂർ സ്വദേശി ഷബീറിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 സംഭവം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവറുടെ ബന്ധുക്കൾ വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഒരാളെ വലിയൊരാൾക്കൂട്ടം സംഘം ചേർന്ന് മർദ്ദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് പാലക്കാട് ഉണ്ടായ സംഭവം. വാളയാറിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്ന സംഭവം. ഇവിടെയും സമാനമായ രീതിയിലുള്ളൊരു മർദ്ദനമാണ്. ആളുകൾ തന്നെ പറയുന്നുണ്ട്, ഇനി അടിക്കരുത്, അയാൾ മരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. അത്രയ്ക്കും ക്രൂരമായ രീതിയിലുള്ള മർദ്ദനമാണ്. പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും, ഈ പൊതുനിരത്തിൽ രണ്ട് വാഹനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഓണടിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തതിൻ്റെ പേരിലൊക്കെ നിസ്സാര തർക്കങ്ങൾ അത് വലിയ സംഘർഷത്തിലേക്ക് മാറുന്നു. ഇവിടെ ഈ തിരുവള്ളൂരിൽ എന്താണ് സംഭവിച്ചത്? ടോം, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിന് വിധേയരാവുന്നവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന കാഴ്ച പലപ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികളോടും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചും മറ്റുമൊക്കെ വരുന്ന ആളുകളോടുമൊക്കെയാണ് ഇത്തരത്തിൽ മോശമായ പെരുമാറ്റം ആൾക്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. മോഷ്ടാക്കൾ എന്ന രീതിയിലും അല്ലെങ്കിൽ മറ്റ് ആക്രമിക്കാൻ എത്തുന്നവരെന്ന തെറ്റിദ്ധാരണയുടെ പുറത്തൊക്കെയാണ് ഈ ആൾക്കൂട്ട ആക്രമണം നടക്കുന്നത്. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മലയാളിയായ അല്ലെങ്കിൽ പേരാമ്പ്ര സ്വദേശിയായ ഒരു യുവാവിനാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഏറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ, അതായത് ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 7:00 ഈ സംഭവ പരമ്പരകൾക്ക് തുടക്കമായത്. കോഴിക്കോട് തിരുവള്ളൂർ ഭാഗത്ത് വെച്ച് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിനിടെ ഒരു ബൈക്കിൽ ഈ ഓട്ടോറിക്ഷ ഒന്ന് തട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. വളരെ ചെറിയ രീതിയിലൊന്ന് തട്ടിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ ഈ ബൈക്കിലുണ്ടായിരുന്ന ആളുകൾ ഇദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറി. പക്ഷേ ഈ യുവാവ് പറഞ്ഞത് വാഹനത്തിനുള്ള തകരാറുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ ബൈക്കിലുണ്ടായിരുന്ന ആളുകളോട് മാപ്പ് പറയുന്ന ഒരു സാഹചര്യം
ഉണ്ടായി, ക്ഷമ പറഞ്ഞു, തൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ പിശകിൽ താൻ ക്ഷമ പറയുന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. എങ്കിൽ പോലും ഈ യുവാക്കൾ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ആ യുവാക്കൾ ഈ ഓട്ടോ ഓടിച്ച ആളെ ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് ഇദ്ദേഹം വാഹനത്തിന് ഉള്ളിലേക്ക് കയറി വാഹനത്തിൻ്റെ മുൻവശത്ത് ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അവിടെ നിന്നും പിന്നീട് വലിച്ചിറക്കി പുറത്തേക്കെടുക്കുകയും വാഹനത്തിന് മുകളിലേക്ക് കയറ്റി മർദ്ദിക്കുകയും ചെയ്യുന്നതാണ് ആ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഉള്ളത്. എന്തായാലും വളരെ പൈശാചികമായൊരു ആക്രമണം തന്നെയാണ് ഒരാൾക്ക് നേരെ ഈ ഒരു ആൾക്കൂട്ടം ചെയ്യുന്നത്. ഈ ഒപ്പമുണ്ടായിരുന്ന യുവാക്കൾക്കൊപ്പം മറ്റു ചില ആളുകൾ കൂടി ചേരുകയും ഇതൊരു ആൾക്കൂട്ട ആക്രമണമായി മാറുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് ഇനിയും മർദ്ദിച്ചാൽ അയാൾ മരിച്ചു പോകും എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇത്ര ക്രൂരമായ ആക്രമണം ഇയാൾക്ക് നേരെ അഴിച്ചുവിടുകയും ചെയ്തു. ഇതിനുശേഷം ഇയാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ആ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിച്ച് ഈ മർദ്ദിച്ചവർ തന്നെയാണ് ബന്ധുക്കളെ വിളിച്ച് ഈ മർദ്ദനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ആദ്യ ഘട്ടത്തിൽ ഈ മർദ്ദനമേറ്റയാൾ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോയി ചികിത്സ തേടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് ബന്ധുക്കൾ വടകര പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. കാരണം ഈ ഓട്ടോ ഓടിച്ച യുവാവിന് ചില മാനസികമായ പ്രശ്നങ്ങൾ നേരിട്ട് വന്ന ആളായിരുന്നു. ഇതിനുള്ള ചികിത്സ തേടിയിരുന്നു. ഏതാനും ദിവസങ്ങൾ ചികിത്സ തേടിയ ശേഷം പിന്നീട് ഒരു സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുകയും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരികയുമൊക്കെയായിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം പ്രകോപനപരമായ ഇടപെടലാണ് ഈ ബൈക്ക് യാത്രികരും ഒപ്പം ആ ബൈക്ക് യാത്രികരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വീണ്ടും ആ യുവാവിൻ്റെ മാനസിക നില തകരാറിലാവുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ നിന്നും വീണ്ടും ഒരു മോശം അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ വീട്ടുകാർ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ പരാതി നൽകിയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് കേസെടുത്ത് മറ്റ് നടപടികളിലേക്ക് അനീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു മാനസിക വൈകല്യം നേരിടുന്ന ഒരു വ്യക്തിയാണ് ഈ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇവിടെ നിരവധി ആളുകൾ, അതായത് ആ വഴിയിലൂടെ പോകുന്നവരൊക്കെ കയറി മർദ്ദിക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു മലയാളികൾ ആ ഒരു രീതിയിലേക്ക് ഒരു മനോവൈകൃതം ഉള്ള ആളുകളായി മാറുന്നു എന്നൊരു തോന്നൽ പോലും ഉണ്ടാകാം. കാരണം ഇതുപോലുള്ള ആൾക്കൂട്ട മർദ്ദനങ്ങൾ, അതല്ലെങ്കിൽ ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായ കൂട്ടത്തോടെ തല്ലുന്ന, മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങൾ ഈ സമീപകാലത്ത് നമ്മൾ കേൾക്കാറുണ്ട്. അത്തരം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇവിടെ വളരെ വ്യക്തമാണ് ദൃശ്യങ്ങളിൽ ആരൊക്കെയാണ് മർദ്ദിച്ചതെന്ന്. പോലീസ് ഈ കുടുംബത്തിൻ്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ടോ? ഈ മർദ്ദിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തായാലും മർദ്ദിച്ചവരെ ആ ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ എളുപ്പം കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസിൻ്റെ നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യമായ ഒരു തെളിവ് ഇക്കാര്യത്തിൽ ഉണ്ട്. കാരണം ഈ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട് മർദ്ദിക്കുന്നതൊപ്പം വളരെ ക്രൂരമായ മർദ്ദനം നടത്തുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ആളുകൾ തന്നെ. അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകളെ ചിലർ തന്നെ ഇനിയും അടിച്ചാൽ അയാൾ മരിച്ചു പോകും എന്ന രീതിയിലൊക്കെ പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അടുത്ത കാലത്തായി വലിയ അസഹിഷ്ണുത ഈ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. കാരണം പാലക്കാട്ടെ ആൾക്കൂട്ട ആക്രമണം, ആദിവാസിയായ മധുവിനെ മോഷ്ടാവ് എന്ന് കരുതി കെട്ടിയിട്ട് അടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം നമ്മളുണ്ടായി. അന്നൊക്കെ വലിയ തോതിലുള്ള സമൂഹ മനസാക്ഷി ഈ സംഭവത്തിന് നേരെ ഉയരുകയും ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾ, അതായത് ചെറിയ രീതിയിൽ ഉണ്ടാവുന്ന ഒരു തർക്കങ്ങളിൽ പോലും കൂടുതൽ ആളുകൾ ഇടപെടുകയും ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടതിന് പകരം എത്തുന്ന ആൾക്കൂടി ഒരാളെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഒഴിവാക്കണം എന്ന രീതിയിൽ തന്നെയാണ് വലിയ ചർച്ചകളൊക്കെ വരുന്നത്. പക്ഷേ അതിനുശേഷവും ഒരു മാറ്റവും ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നില്ല. പലപ്പോഴും തെറ്റിദ്ധാരണയുടെ പുറത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ അല്പം മോശം വസ്ത്രം ധരിച്ച ആളുകളെക്കുറിച്ചുള്ള മുൻവിധി, അല്ലെങ്കിൽ മോഷ്ടാക്കളെന്ന വ്യാജേന മോഷ്ടാക്കളെന്ന തെറ്റിദ്ധാരണയുടെ പുറത്ത് നടത്തുന്ന ആക്രമണങ്ങൾ. നമുക്കറിയാം, ഒരു പ്രദേശത്തൊരു മോഷ്ടാവിൻ്റെ ശല്യം ഏറി എന്ന ചിലപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെയും മറ്റുമൊക്കെ പ്രചാരണം തുടങ്ങുമ്പോൾ മുതൽ തന്നെ പിന്നീട് ആളുകൾ സംഘടിച്ച് നടക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ മോഷ്ടാവായ യഥാർത്ഥ ആളെ കിട്ടിയില്ലെങ്കിൽ പോലും അത്തരത്തിൽ ഭേദാദികളുള്ള അല്ലെങ്കിൽ അതിൻ്റെ വേഷഭൂഷാദികളുള്ള ആളുകളെ കണ്ടെത്തിയാൽ അവരാണ് മോഷ്ടാവെന്ന മുൻവിധിയോടുകൂടി ആക്രമിക്കുക, അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്ക് വിട്ടു നൽകേണ്ടതിന് പകരം ആൾക്കൂട്ടം തന്നെ നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്ന അവസ്ഥ കുറച്ച് നാളായി ഉണ്ടായി. കഴിഞ്ഞ
കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വളയാൽ അത് കാണുകയും ചെയ്തു. അങ്ങനെ സ്വന്തം ജീവിതോപാധിക്ക് വേണ്ടി ഒരു നാട്ടിലേക്ക് ജോലിക്കായി എത്തുന്ന ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരിടമായി അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് മുമ്പിൽ വിധേയനായി നിന്നു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ മാറുന്നത് അങ്ങേയറ്റം പരിഷ്കൃത സമൂഹമെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന് യോജിക്കുന്നതല്ല. ഇവിടെയും നമ്മൾ അത് തന്നെയാണ് കണ്ടത്. കാരണം വാഹനങ്ങൾ പരസ്പരം വഴിയിൽ തട്ടും അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്നതൊക്കെ പതിവ് സംഭവങ്ങളാണ്. പക്ഷേ ഇത്തരത്തിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ വഴിയിൽ വെച്ച് തന്നെ ശിക്ഷാവിധി നടപ്പാക്കേണ്ടതാണോ, അല്ലെങ്കിൽ ഒരു ആൾ മാത്രമാണ് എന്നതുപോലും കരുതാതെ അയാളെ വളഞ്ഞിട്ട് തല്ലി മൃതപ്രായനാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടതാണോ നമ്മുടെ ആൾക്കൂട്ട നീതി എന്നതിനെക്കുറിച്ച് ഗൗരവമുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ടതിന് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്നതും മലപ്പുറവും പാലക്കാടും ഒക്കെ അടക്കം ഈ അടുത്ത കാലത്തായി വളരെ വലിയ തോതിൽ ഈ അസഹിഷ്ണുത വർദ്ധിച്ചു വരുന്ന കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ. കാസർഗോഡ് വൻ MDMA വേട്ട. യുവതിയടക്കം 5 പേർ ആദൂർ പോലീസിന്റെ പിടിയിലായി. പട്ന സ്വദേശി അബ്ദുൾ റൌഫ്, ഷിറിബാഗിലു സ്വദേശി അബൂബക്കർ സിദ്ദിഖ്, അടുക്കുത്തുപയൽ സ്വദേശി അമീർ, മുഹമ്മദ് മുഖ്താസിം, അണങ്കൂർ സ്വദേശിനി ജാസ്മിൻ എന്നിവരാണ് ഹോം സ്റ്റേയിൽ നിന്നും പോലീസിന്റെ പിടിയിലായത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഈ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച്, റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച്, ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചൊക്കെ വലിയ രീതിയിലുള്ള ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട്. പോലീസും എക്സൈസും വ്യാപകമായി പരിശോധന നടത്തുന്നു. ഇത് ഈ പുതുവത്സര ആഘോഷത്തിന്റെ മറവിൽ അല്ലെങ്കിൽ അതിന്റെ പേരിൽ കൊണ്ടുവന്ന MDMA ആണോ, അതിന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA ആണോ യുവതി അടങ്ങുന്ന സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ടോമെ. ഇന്ന് പുതുവത്സരത്തിന്, പ്രത്യേകിച്ച് പുതുവത്സരത്തിന് വലിയ തോതിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉൾപ്പെടെ സംസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസും അതുപോലെ തന്നെ എക്സൈസും സംയുക്തമായി വലിയ തോതിൽ പരിശോധന നടക്കുന്നത്. പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിൽ, കാസർഗോഡ്, വയനാട് പോലുള്ള അതിർത്തി ജില്ലകളിൽ നമുക്കറിയാം കർണാടകയിൽ നിന്നും ഗോവയിൽ നിന്നും ഉൾപ്പെടെ വിദേശ മദ്യവും അതുപോലെ തന്നെ ഇത്തരത്തിൽ MDMA ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വ്യാപകമായാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ വലിയ തോതിൽ ഈ ഹോം സ്റ്റേ, റെസ്റ്റോറന്റ്, ഇത്തരം ഹോട്ടലുകളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ പരിശോധന നടക്കുന്നത്. അങ്ങനെ ഒരു പരിശോധന നടത്തിയതിൽ നിന്നാണ് ഒരു യുവതി ഉൾപ്പെടെ 5 പേർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ വലിയ തോതിൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്ന സംഘങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്. സ്ഥിരമായി മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന സംഘമാണെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിൽ 20ഓളം ഊടുവഴികളാണുള്ളത്. അതായത് ദേശീയ പാതയിലൂടെ കടന്നു വരാൻ തലപ്പാടിയിൽ ഒരു പരിശോധനയുണ്ട്. മറ്റ് ഒരിടങ്ങളിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശോധനാ സംവിധാനങ്ങളില്ല. അങ്ങനെ വലിയ തോതിൽ ഊടുവഴികളിലൂടെ വിദേശമദ്യം, പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നായാലും ഗോവയിൽ നിന്നായാലും വിദേശമദ്യമൊക്കെ ഇത്തരത്തിൽ ഊടുവഴികളിലൂടെയാണ് കടത്തുന്നത്. അങ്ങനെ മയക്കുമരുന്ന് ഉൾപ്പെടെ ഗോവയിൽ നിന്ന് ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ വലിയ തോതിൽ എത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമാക്കിയത്. ഇന്നും വലിയ തോതിൽ പരിശോധന നടക്കുന്നത്. ഇന്ന് അതീവ ജാഗ്രതയിൽ തന്നെയാണ് പോലീസും എക്സൈസും ഉള്ളത്. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുതുവത്സരം പൊടിപിടിക്കാൻ വലിയ തോതിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അത് ഉപഭോഗം കൂടിയതനുസരിച്ച് വിൽപ്പനക്ക് എത്തിക്കുന്ന സാധനത്തിന്റെ ക്വാണ്ടിറ്റിയും കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വലിയ ജാഗ്രതയിലുള്ളത്. അതിർത്തി വഴി അല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഊടുവഴികളിലൂടെ വലിയ തോതിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത് പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഈ പ്രധാനമായും ഹോം സ്റ്റേ, നമുക്കറിയാം അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച ബേക്കൽ കോട്ട ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. ഇതിന്റെ പരിസരത്തായി വലിയ തോതിൽ ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഹോം സ്റ്റേയിൽ ഒത്തുചേരുകയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഒരു പരിശോധനയാണ് ഇപ്പോൾ 5 പേർ, അത് ഒരു യുവതി ഉൾപ്പെടെ ഉണ്ട് എന്നതാണ്. ഉപയോഗത്തിന് വേണ്ടിയായിരുന്നോ MDMA ഹോം സ്റ്റേയിൽ എത്തിച്ചതോ ലഹരി ഇടപാടുകൾക്ക് വേണ്ടി, വിൽപ്പനയ്ക്ക് വേണ്ടിയായിരുന്നു എത്തിച്ചത്? മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം യുവതികളെ, പെൺകുട്ടികളെ ഉപയോഗിച്ചാണ് ലഹരി സംഘങ്ങളുടെ പല ഇടപാടുകളും. അതിർത്തി വഴി, കാസർഗോഡ് ജില്ല സംസ്ഥാന അതിർത്തിയാണ്. ഈ അതിർത്തി വഴിയുള്ള ലഹരി കടത്ത് അത് വ്യാപകമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങളുടെ മറവിൽ വ്യാപകമായി ലഹരി ഒഴുകിയിരുന്നു. നിരവധി സ്ത്രീകൾ, യുവതികളടങ്ങുന്ന സംഘത്തെയാണ് പിടികൂടിയത്. ഈയൊരു സംഘത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇതിനു മുൻപ് ഏതെങ്കിലും ലഹരി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളാണോ പിടിയിലായത്?
ടോമെ, ഈ സംഘം പ്രധാനമായും ലക്ഷ്യമിട്ടത് ഇന്ന് രാത്രി വലിയ തോതിലുള്ള ഒരു പാർട്ടി ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് നടത്താനായിരുന്നു. അങ്ങനെ ഒരുപാട് കസ്റ്റമർ ഇവർ റെഡിയാക്കി ഇത്തരത്തിൽ സാധനങ്ങൾ എത്തിച്ച് ഒരു പാർട്ടി നടത്തുക, അതായിരുന്നു ഇവരുടെ പ്രധാന ഉദ്ദേശം. അതാണ് പോലീസ് കൈയോടെ പൊക്കിയത്. ഈ സംഘത്തെ മുഴുവൻ പിടികൂടി ഈ MDMA ഉൾപ്പെടെ വസ്തുക്കളും പോലീസ് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത്. ഇങ്ങനെ പല ഹോം സ്റ്റേകളിലും ഒരുപക്ഷെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബേക്കൽ കോട്ടയുടെയൊക്കെ പരിസരത്ത് പല ഹോം സ്റ്റേകളിലും ഇത്തരം പാർട്ടികൾ ഇന്ന് നടക്കാനുണ്ട്. ആ പാർട്ടികളെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. അത്തരം കേന്ദ്രങ്ങളിലെല്ലാം പരിശോധന ഉണ്ടാകും. ഇന്ന് രാത്രി പ്രധാനമായും വാഹന പരിശോധന ഉണ്ടാവും. കാരണം പുതുവത്സരത്തോടനുബന്ധിച്ച് നമുക്കറിയാം ഇത്തരത്തിൽ മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നും വ്യാപകമായി എത്തുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് അതിർത്തി ജില്ലയായതുകൊണ്ട് കേരളത്തിലേക്ക് ഉൾപ്പെടെ എത്തുന്നത് കാസർഗോഡ് വഴിയാണ്. കണ്ണൂരായാലും കോഴിക്കോടായാലും കാസർഗോഡ് വഴിയാണ് കൂടുതലും എത്തുന്നത്. കാരണം ഗോവ നിന്നും ആണ് ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് ഉൾപ്പെടെ വസ്തുക്കൾ എത്തുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ വാഹന പരിശോധന ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹോം സ്റ്റേകളെല്ലാം നിരീക്ഷണത്തിലാണ്. അത്തരം കേന്ദ്രങ്ങൾ, ഈ പുതുവത്സര പാർട്ടി നടക്കുന്ന കേന്ദ്രങ്ങളെല്ലാം പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണത്തിലാണ്. ഇന്ന് അങ്ങനെ ഉപയോഗം നടത്തുന്നവരും വിൽപ്പന നടത്തുന്നവരും പിടിവീടും എന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ പറയുന്നത്. ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ഉള്ള ഒരു മേൽനോട്ടത്തിലാണ് ഇന്നത്തെ പരിശോധന നടക്കുന്നത്. നമുക്ക് പള്ളിക്കര ബീച്ചിൽ വലിയ തോതിലുള്ള ഒരു ഫെസ്റ്റ് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വേടനൊക്കെ എത്തിയ ഒരു സ്ഥലമാണ്. അവിടെ വലിയ തോതിലുള്ള പരിപാടിയൊക്കെ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസിന്റെ വലിയ ജാഗ്രത ഉണ്ടാകും. ഒപ്പം എക്സൈസും കൃത്യമായ പരിശോധന, അതിർത്തികളിലും പരമാവധി അതിർത്തി പരിശോധന ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഊടുവഴികൾ ഒരുപാടുണ്ട്. കേരളത്തിലേക്ക് എത്താൻ, കാസർഗോഡ് ജില്ല വഴി എത്താൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അത്തരം വഴികളും പരമാവധി നിരീക്ഷണത്തിലുണ്ടാവും. ഏറ്റവും പ്രധാനമായി ഹോം സ്റ്റേകളാണ്. അത്തരം ആളുകൾ കൂടുന്ന സ്ഥലങ്ങളെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. എന്തായാലും ഈ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, ഇവർക്ക് മറ്റ് കേസുകൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഇവർ ഇവിടെ എത്തിച്ചത്, മയക്കുമരുന്ന് എത്തിച്ചത് വലിയ തോതിലുള്ള ഒരു പാർട്ടി നടത്താനാണ് ഈ ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് എന്നാണ് പോലീസ് പറയുന്നത്. അതാണ് പോലീസ് കൃത്യമായി ഇടപെടുകയും ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 5 പേരെ വ്യക്തമാണ്. കാസർഗോഡ് KB ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ പുതുവത്സരാഘോഷത്തിന്റെ മറവില് സംസ്ഥാനത്ത് ഈ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച്, റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട്, ലഹരി ഉപയോഗം നടക്കുന്നുണ്ട്. പോലീസ് അതുകൊണ്ട് തന്നെ കനത്ത നിരീക്ഷണത്തിലാണ്. പോലീസ് ഈ ലഹരി സംഘങ്ങളെ പൂട്ടാൻ പോലീസും എക്സൈസും വ്യാപകമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞു. സ്പോട്ട് ലൈവ് തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുൻപ് രാഷ്ട്രീയ ഉന്നതർക്ക് കേസുമായുള്ള ബന്ധം വിശദമായി പരിശോധിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴി രേഖപ്പെടുത്താനും SIT നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ചോദിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയും. അതേസമയം മൊഴിയെടുക്കാൻ വിളിപ്പിച്ചെന്ന വാദം അടൂർ പ്രകാശ് തള്ളി. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുവരുമെന്ന വിലയിരുത്തലിലാണ് SIT. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ, വാസു, വിജയകുമാർ തുടങ്ങിയവർ അറസ്റ്റിലായിട്ടുണ്ട്. ശങ്കർദാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ല. കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കാനുള്ള നീക്കം നടക്കുന്നു. ഈ കേസിൽ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇനി കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഉടൻ തന്നെ അത്തരം ഒരു നീക്കം ഉണ്ടാകുമോ SITയുടെ ഭാഗത്തുനിന്ന്? രാഷ്ട്രീയ ഉന്നതരും അതോടൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 10ഓളം പേരാണ് നിലവിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ പാർട്ടിയുമായി, സർക്കാരുമായൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട 3 പേരാണ്. നമുക്കറിയാം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും MLAയുമായിരുന്ന പത്മകുമാർ, അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N വാസു, അതോടൊപ്പം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മുൻ ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ. ഇങ്ങനെ 3 പേർക്കാണ് സർക്കാരുമായോ CPMമായോ ഒക്കെ നേരിട്ട് ബന്ധമുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്കുള്ളവരൊക്കെ ഈ ഉദ്യോഗസ്ഥരാണ്. അതിനൊപ്പം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, അതോടൊപ്പം തന്നെ
ഗോവർദ്ധൻ, ഇങ്ങനെ 10 പേരാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. അതേസമയം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു, രാഷ്ട്രീയ ഉന്നതരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന വിമർശനമുയർത്തുന്ന ചോദ്യങ്ങൾക്ക് പിന്നാലെയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടകംപള്ളി സുരേന്ദ്രന് ഈ തട്ടിപ്പുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാധൂകരിക്കാവുന്ന തെളിവുകളൊന്നും SITക്ക് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ ഇനി രഹസ്യമായി ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കൃത്യമായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. പക്ഷേ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന് ദേവസ്വം ബോർഡ് മന്ത്രി എന്ന നിലയിൽ ഒഴിഞ്ഞു മാറാൻ ആവില്ല. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ദേവസ്വം ബോർഡിൽ നടന്ന ഈ തെറ്റായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തികളുടെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം, നിയമപരമായ ഉത്തരവാദിത്തം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കൂടി എത്തും എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യലിന് ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയപ്പോഴൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ദേവസ്വം മന്ത്രിയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ആരെയോ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ദേവസ്വം ബോർഡ് ഒരു ഇൻഡിവിജ്വൽ ബോഡിയാണ്. അവിടെ കൃത്യമായി ബോർഡിന് അംഗങ്ങളും പ്രസിഡന്റുമുണ്ട്. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ യഥാവിധി നടപ്പിലാക്കുന്നതാണ് അവിടുത്തെ ഒരു പതിവ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇതുമായി ബന്ധിപ്പിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് SITയുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്നിരുന്നാലും ഈ വിവാദം ഇങ്ങനെ പുകയുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള നീക്കം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനെ അടക്കം വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു നീക്കത്തിലേക്ക് SIT കടന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതോടൊപ്പമാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം UDFയുടെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് തീർച്ചയായും അങ്ങനെയെങ്കിൽ മുൻ മന്ത്രി പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിനാണ് അതിന്റെ ഉത്തരവാദിത്തമെങ്കിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെയും ഒരംഗത്തെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ശങ്കർദാസിലേക്ക് ഇതുവരെ അന്വേഷണം എത്തിയിട്ടില്ല, ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ഒരു വലിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവാണ്. ആ രീതിയിലുള്ള ഒരു ഈ ശങ്കർദാസിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ കേസിൽ ഏതെങ്കിലുമുള്ള ഇടപെടലുകൾ, പോലീസ് ഉന്നതരുടെ ഇടപെടലുകൾ മറ്റോ ഉണ്ടാകുന്നുണ്ടോ? മാത്രമല്ല ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള ഓരോ ചോദ്യവും CPMനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. അതിനിടെയാണ് UDF കൺവീനറെ മൊഴിയെടുക്കാനുള്ള നീക്കം ഉണ്ടാകുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു ബന്ധവുമില്ല അടൂർ പ്രകാശിന്. പക്ഷേ സോണിയാഗാന്ധിയെ പരിചയപ്പെടുത്തിയെന്ന പേരിൽ അതിന്റെ പേരിൽ എന്താണ് ഇരുവരും തമ്മിലുള്ള ബന്ധം എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു മൊഴിയെടുപ്പെന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ അതും ഈ കേസുമായി എന്താണ് ബന്ധം? ഡാൻ, ഈ വിവാദം രാഷ്ട്രീയമായി വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മുഖ്യ പ്രചാരണ വിഷയമാക്കി അത് ഉപയോഗിച്ചു. അതിൻ്റെ നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ രാഷ്ട്രീയമായി കൂടി അതിനെ ഒരു പ്രതിരോധം തീർക്കുക എന്നൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് വേണം ഒരു തരത്തിൽ പറയാൻ. കാരണം ഇടത് നേതാക്കൾക്ക് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നേതാക്കന്മാർക്കും അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു നീക്കം, പ്രചരണം വലിയ തരത്തിൽ ഈ തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെ മുതൽ തന്നെ LDF ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടൂർ പ്രകാശ് സോണിയാഗാന്ധിക്ക് ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ സൈബറിടങ്ങളിൽ, ഇടത് സൈബറിടങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അങ്ങനെ കരുതിക്കൊണ്ട് ആരെങ്കിലും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റിയുമായി പോകുമോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. അതിനപ്പുറത്ത് അദ്ദേഹത്തോടൊപ്പം വരണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോവുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കാനെന്ന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്തായാലും ഈ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സൗഹൃദം എന്ത് തരത്തിലുള്ളതാണ്, എത്ര നാളെ അങ്ങനെ ഒരു ബന്ധം തുടങ്ങിയിട്ട്, അതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിൽ നിന്ന് അന്വേഷണ സംഘം ചോദിച്ചറിയുക. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തിനെ മൊഴിയെടുക്കാനുള്ള ഒരു ശ്രമം SIT ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ നോട്ടീസ് നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അടുത്ത ആഴ്ച ഹൈക്കോടതിയിൽ ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിനു മുമ്പ് ഈ രാഷ്ട്രീയമായി ചിലരെ കൂടി, രാഷ്ട്രീയ ബന്ധമുള്ള ചില ഉന്നതരെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് SIT കടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.
തീർച്ചയായും അതിന് മുന്നോടിയായി ഡാൻ സൂചിപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുണ്ട്. പോറ്റി അതോടൊപ്പം ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു SIT എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നുപേരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഈ കേസിന്റെ ഗൂഢാലോചന, ഉന്നതരുടെ പങ്ക്, ഇക്കാര്യങ്ങൾ പുറത്തുവരുമെന്ന് SIT കണക്കൂട്ടുന്നുണ്ടോ? കേസിലെ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി. 9-ാം പ്രതിയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയ പങ്കജ് ഭണ്ഡാരി. 10-ാം പ്രതിയാണ് ഗോവർദ്ധനൻ, ബെല്ലാരിയിലെ ജൂബിലറി ഉടമയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഈ 3 പേരെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നാണ് അവരെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. ഈ 24 മണിക്കൂർ തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും ഈ പ്രതികളെ സംബന്ധിച്ചും നിർണായകമാണ്. കാരണം അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുക, അല്ലെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുത്തി വെവ്വേറെയായി ചോദ്യം ചെയ്യുക അടക്കമുള്ള നീക്കങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കം ഗോവർദ്ധൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൽ ഗോവർദ്ധൻ്റെ അഭിഭാഷകനടക്കം പറയുന്ന കാര്യം ഇങ്ങനെ ഒരു തട്ടിപ്പാണിത് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഈ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ സ്വർണം അവിടെ നിന്ന് വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് അവിടെ നിന്നുള്ള സ്വർണം വേണമോ എന്ന് ചോദിക്കുന്നു, പണം നൽകി ആ സ്വർണം, അതിന് തത്തുല്യമായ സ്വർണം കൈപ്പറ്റുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് അവിടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു തട്ടിപ്പിൻ്റെ ഭാഗമാകാനുള്ളൊരു നീക്കം ഗോവർദ്ധൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അത്തരമൊരു വാദമുഖമാണ് മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ഇതിന് പിന്നിലെ ഗൂഢാലോചന? അതോടൊപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ആരോപിച്ചതുപോലെ വ്യവസായി അദ്ദേഹത്തിന് കൈമാറിയ വിവരങ്ങളിൽ, രഹസ്യമായി കൈമാറിയ വിവരങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇതിന് രാജ്യാന്തര ക്ഷേത്ര കള്ളക്കടത്ത് സംഘവുമായി, അല്ലെങ്കിൽ ഈ ആൻറ്റിക്സ് വിൽപ്പന നടത്തുന്ന സംഘവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇവർക്കുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണ്ടിവരും. അത് കേവലം ഏതാനും ദിവസങ്ങൾ കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലല്ല കാര്യങ്ങൾ. നിലവിൽ 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് അതിൽ അധികവും. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കിങ് പിൻ ആരാണ്? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിനപ്പുറത്തേക്ക് ഈ ഗൂഢാലോചനയുടെ ഭാഗമായ മറ്റേതെങ്കിലും ഉന്നതരുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തുക എന്നതാണ് SITക്ക് മുമ്പിൽ അവശേഷിക്കുന്ന പ്രധാന വെല്ലുവിളി. വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഈ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്ത വാർത്തയിലേക്കാണ്. ആലപ്പുഴ മുഹമ്മ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് തൂങ്ങി മരിച്ചത്. CPO സന്തോഷ് കുമാറാണ് മരിച്ചത്. തിങ്കളാഴ്ച നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതായിരുന്നു സന്തോഷ് കുമാർ. ചൊവ്വാഴ്ച വൈകുന്നേരമായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് സ്റ്റേഷന്റെ അടച്ചുപൂട്ടിയ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പോലീസ് സേനയിൽ ഒരു ആത്മഹത്യാ വാർത്ത കേൾക്കുന്നത്. നമുക്കറിയാം ഈ സമീപകാലത്ത് ഈ ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ ചൂഷണവും കാരണം നിരവധി പോലീസുകാർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി സംസ്ഥാന തലത്തിൽ DGPയുടെ നിർദ്ദേശപ്രകാരം പല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും അവർക്കതിനു വേണ്ടിയുള്ള ചില പരിശീലനങ്ങളൊക്കെ നൽകിയിരുന്നു. ഇതിപ്പോൾ ഈ CPO സന്തോഷ് കുമാറിന്റെ മരണകാരണം എന്താണ്? ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? ടോമെ, തിങ്കളാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മുഹമ്മ പോലീസ് സ്റ്റേഷനിലെ 44-കാരനായ CPO ആണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള വിവരം കുടുംബാംഗങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതോടുകൂടിയാണ് തിരച്ചിൽ ആരംഭിച്ചത്. പക്ഷേ സ്റ്റേഷനിലെ തന്നെ ഉപയോഗശൂന്യമായ മുകൾ നിലയിലെ ഒരു മുറിയിലാണ് അദ്ദേഹത്തെ റൂഫിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം മുഹമ്മ സ്വദേശി തന്നെയാണ് ഈ സന്തോഷ് കുമാർ. സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളല്ല ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധികളാവാം ഒരുപക്ഷെ ഈ 44-കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അതിനുശേഷം മാത്രമേ ഒരു വ്യക്തതയിലേക്ക് വരാൻ കഴിയൂ. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും പോലീസ് സ്റ്റേഷനിലെ ആളുകളും ഒക്കെ വ്യക്തമാക്കുന്നത് സാമ്പത്തികമായ ചില പരാധീനതകൾ ഉണ്ടായിരുന്നു. അതിന്റെ പ്രതിസന്ധി, അതിന്റെ അസ്വസ്ഥതകൾ അദ്ദേഹത്തിനെ അലട്ടിയിരുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു
സംഭവം, അതായത് പോലീസ് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിലെ മുറിയിൽ, അടച്ചിട്ട മുറിയിൽ, ഉപയോഗശൂന്യമായ മുറിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളത്. മുഹമ്മ സ്വദേശിയായ സന്തോഷ് കുമാർ എന്ന 44-കാരനാണ് മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ശരണ്യ, ഇങ്ങനൊരു നമുക്കറിയാം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സാമാന്യം ഭേദപ്പെട്ടൊരു ശമ്പളം വാങ്ങുന്നവരാണ്. അങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണോ ആത്മഹത്യ കാരണം? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് തൊഴിൽ സമ്മർദ്ദം, ജോലി സമ്മർദ്ദം? കാരണം പോലീസുകാർ അത്രയധികം ജോലി സമ്മർദ്ദം നേരിടുന്നുണ്ടെന്ന് നമ്മൾ ഈ അടുത്തിടെ ആണ് ഇതിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കിയത്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏകദേശം സംസ്ഥാനത്ത് 70-ലധികം പോലീസുകാർ ആത്മഹത്യ ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ അത്രയധികം സമ്മർദ്ദം, പല സ്റ്റേഷനുകളിലും ആളുകളുടെ ഒരു കുറവുണ്ട്. കൂടുതൽ സമയം ജോലിയെടുക്കണം, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമില്ല, മറ്റു വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ സമയമില്ല. അങ്ങനെ ആത്മഹത്യക്ക് പല കാരണമാണ്. ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉന്നത തലത്തിൽ പരിശോധിച്ചപ്പോൾ ഈ പോലീസുകാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ മനസ്സിലായത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ അലട്ടിയിരുന്നോ? നിലവിൽ നമുക്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊരു സൂചന ലഭ്യമായിട്ടില്ല. തീർച്ചയായിട്ടും ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷേ സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിലൊരു ജോലി സമ്മർദ്ദമോ മാനസികമായ, എന്തായാലും മാനസിക നില തകർന്ന അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടാവുക. പക്ഷെ അതിലേക്ക് നയിച്ചത് ഈ സാമ്പത്തിക പ്രതിസന്ധികളാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷെ അത് എത്രമാത്രമാണ്, അതിന്റെ അളവ് എന്തെന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും നിലവിൽ സഹപ്രവർത്തകരടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയുള്ളത് സാമ്പത്തിക പ്രതിസന്ധികൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതിന്റെ ഒരു ഭാഗമായി വേണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ വഴിതെളിച്ചത് എന്നുള്ള രീതിയിലാണ് വ്യക്തമാക്കുന്നത്. കുടുംബവും മറ്റൊരു രീതിയിലുള്ള വിശദാംശങ്ങൾ, അത് കത്തോ മറ്റു കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ നിലവിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പക്ഷെ കുടുംബവും അടക്കം മറ്റ് വിശദാംശങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തേക്ക് വന്നിട്ടില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ചുറ്റുപാടിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് CPO സന്തോഷ് കുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്നത്. മലപ്പുറം വളാഞ്ചേരി വില്ലേജ് ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓഫീസിൽ നിന്ന് മദ്യവും കൈക്കൂലി പണവും പിടിച്ചെടുത്തു. കാട്ടിപ്പരുത്തി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഷറഫുദ്ദീന്റെ കയ്യിൽ നിന്നാണ് മദ്യവും പണവും പിടിച്ചെടുത്തത്. ഓഫീസിനകത്തും സ്വകാര്യ വാഹനത്തിലും സൂക്ഷിച്ചിരുന്ന പണമാണ് മിന്നൽ പരിശോധനയിലൂടെ വിജിലൻസ് പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി VK ജിഷാദ് ചേരുന്നുണ്ട് തിരൂരിൽ നിന്നും. ജിഷാദ്, ഇതങ്ങനെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ വിജിലൻസ് വില്ലേജ് ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയത്? ഇത് വ്യാപകമായി ചില സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ കൈക്കൂലി ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇവിടെ മദ്യവും പണവും പിടിച്ചെടുക്കുന്നു. ആരിൽ നിന്നാണ് ഈ കൈക്കൂലിയായി വാങ്ങിയ മദ്യവും പണവുമാണോ ഇത്? എന്താണ് വിജിലൻസ് നൽകുന്ന വിവരങ്ങൾ? ടോം, മലപ്പുറം വിജിലൻസ് ഇന്റലിജൻസ് ഓഫീസർ ജ്യോതികുമാർ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ഉച്ചയോടെ വളാഞ്ചേരി കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഓഫീസിനകത്ത് സൂക്ഷിച്ച മദ്യവും പണവും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് കാറിനുള്ളിൽ പരിശോധന നടത്തിയതിൽ 17,000 രൂപയാണ് പിടികൂടിയിട്ടുള്ളത്. കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസറായ ഷറഫുദ്ദീന്റെ കയ്യിൽ നിന്നാണ് ഈ മദ്യവും പണവും കണ്ടെടുത്തിട്ടുള്ളത്. പോലീസ് അതായത് പരിശോധനയ്ക്ക് നടക്കുന്നതിനിടെ വില്ലേജ് ഓഫീസറിന്റെ സെക്കൻഡ് ക്യാബിനകത്താണ് അരക്കുപ്പി മദ്യം പിടിച്ചെടുത്തിട്ടുള്ളത്. കൂടാതെ നാളെ പുതുവത്സരമാണ്, അത്തരത്തിലാണ് ഇന്ന് മദ്യം ഓഫീസിനകത്ത് എത്തുന്നതെന്നാണ് വിചിത്രവാദമാണ് ഈ ഓഫീസിനകത്തുനിന്ന് അതായത് ഇവർക്ക് ലഭിച്ച വിജിലൻസിന് കൊടുത്ത മറുപടിയിൽ പറയുന്നത്. പരിശോധന നടക്കുന്നതിടെ അതായത് ഈ പരിശോധനയിൽ ഓഫീസിനകത്തുനിന്ന് 1970 രൂപ പിടിച്ചെടുത്തു. പിന്നീട് വാഹനത്തിൽ അതായത് വിജിലൻസ് പരിശോധന നടത്തി. അതിൽ 11,500 രൂപയും പിടികൂടി. ടോട്ടല് 13,470 രൂപയാണ് വിജിലൻസ് സംഘം കണ്ടെടുത്തിട്ടുള്ളത്. കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിലെ ഷറഫുദ്ദീനാണ് വ്യാപക പരാതി ഉണ്ടായിരുന്നു. ഈ ഫീൽഡ് ഓഫീസർക്കെതിരെ നിരവധി കൈക്കൂലി വാങ്ങുന്നതായി ആക്ഷേപമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ആളുകളുടെ കയ്യിൽ നിന്നും ഓരോ ആവശ്യങ്ങൾക്കും കൈക്കൂലി ഈടാക്കുന്നതായി പരാതിയിൽ ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഇയാളെ അതായത് വിജിലൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഇത്തരത്തിൽ സംഭവത്തിൽ കൈക്കൂലിയും മദ്യവുമായി ഈ ഓഫീസറെ പിടികൂടുന്നത്. ടോം, ജിഷാദ്, ഇതിനു മുൻപ് ഇങ്ങനൊരു പരാതി ഇവർക്കെതിരെ, ഈ വില്ലേജ് ഓഫീസിലെ ജീവനക്കാർക്കെതിരെ ഉയർന്നിട്ടുണ്ടോ? അങ്ങനെ
വ്യാപകമായി കൈക്കൂലി വാങ്ങുന്നവരാണോ ഇവിടുത്തെ ആളുകളും? മാത്രമല്ല നിലവിൽ ആരെങ്കിലും കേസുമായി ബന്ധപ്പെട്ട എത്ര പേർക്കെതിരെയാണ്, ആർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്? ടോം, പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് അതായത് വിജിലൻസ് തന്ന മറുപടി, അതായത് ഈ വില്ലേജ് ഓഫീസർ, അതായത് ഫീൽഡ് വില്ലേജ് ഓഫീസർ, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ഷറഫുദ്ദീൻ നിരവധി കൈക്കൂലികൾ വാങ്ങുന്നതായി പരാതി ലഭിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ നിരീക്ഷിച്ചു വന്നിരുന്നത്. ഈ നിരീക്ഷണത്തിന്റെ ഒടുവിലാണ് ഇന്ന് അതായത് വാഹനത്തിൽ പണവും അതുപോലെ മദ്യവും, ഓഫീസിനകത്തുനിന്ന് മദ്യവും കണ്ടെത്തുന്നത്. ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നടപടിക്രമങ്ങൾ, അതായത് വില്ലേജിൽ നിന്ന് മദ്യം പിടിച്ചതടക്കമുള്ള നടപടികൾ, അതായത് എക്സൈസിനെയും പാടിയും ഇതിലേക്ക് കക്ഷി ചേർത്തുകൊണ്ടായിരിക്കും ഇതിലുള്ള നടപടികൾ അതായത് പൂർത്തീകരിക്കുക. ടോം, വ്യക്തമാണ്. ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വളാഞ്ചേരി വില്ലേജ് ഓഫീസിൽ നിന്നാണ് മദ്യവും കൈക്കൂലിപ്പണവും വിജിലൻസ് പിടിച്ചെടുത്തിട്ടുള്ളത്. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ഫോർട്ട് കൊച്ചി. വെളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലുമായി 2 പാപ്പാഞ്ഞിമാരെയാണ് ഒരുക്കിയിരിക്കുന്നത്. പുതുവത്സരാഘോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് എറണാകുളം ജില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, സംസ്ഥാനത്ത് ഏറ്റവും വലിയ പുതുവത്സരാഘോഷം നടക്കുന്ന നഗരങ്ങളിലൊന്നാണ് കൊച്ചി, പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചി. എല്ലാ വർഷവും നമ്മൾ കാണാറുള്ളതാണ്. ഉച്ച കഴിഞ്ഞ് മുതൽ വലിയ ആൾത്തിരക്കുണ്ട്. മാത്രമല്ല കനത്ത സുരക്ഷയുണ്ട്, ഗതാഗത ക്രമീകരണങ്ങളുണ്ട്. മാത്രമല്ല ഇത്തവണ രാത്രി 12 മണി വരെയും ബാറൊക്കെ തുറന്ന് പ്രവർത്തിക്കും. മാത്രമല്ല ഈ വലിയൊരു പ്രശ്നമുള്ളത് ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച്, ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ചൊക്കെ ലഹരി ഇടപാടുകളും അതോടൊപ്പം DJ പാർട്ടികളുടെ മറവിൽ ലഹരി ഇടപാടുകൾ, ലഹരി വിൽപ്പന, ലഹരി ഉപയോഗമൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു ആഘോഷത്തിന്റെ വിവരം അറിയണം. അതോടൊപ്പം എങ്ങനെയാണ് ഈ സുരക്ഷാ ക്രമീകരണം, പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ പരിശോധനകൾ എങ്ങനെയാണ്? സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോൾ കടുത്ത നിയന്ത്രണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരുന്നത്. അതേസമയം നിയന്ത്രണം ഉണ്ടാകും, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. 1300ഓളം പോലീസുകാരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിരിക്കുന്നത്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ ഈ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ചും മറ്റ് DJ പാർട്ടികൾ കേന്ദ്രീകരിച്ചുമുള്ള ലഹരി ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ പോലീസ് നീക്കം ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിൽ അതുപോലെ ഫോർട്ട് കൊച്ചിയിലാണ് പ്രധാനമായും ന്യൂ ഇയർ ആഘോഷം നടക്കുക. അതുപോലെ കൊച്ചിയുടെ മറ്റ് 5 കേന്ദ്രങ്ങളിലായിട്ടും ന്യൂ ഇയർ ആഘോഷം നടക്കുന്നുണ്ട്. അതുപോലെ പള്ളുരുത്തി, കാക്കനാട് തുടങ്ങിയ പ്രദേശങ്ങളിലും ന്യൂ ഇയർ ആഘോഷം നടക്കുന്നുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ച് ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ ടോം സൂചിപ്പിച്ച പോലെ തന്നെ 2 പാപ്പാഞ്ഞിമാരെ ഈ വർഷം കത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വെളി ഗ്രൗണ്ടിലും അതുപോലെ പരേഡ് ഗ്രൗണ്ടിലും ഇത്തവണ പാപ്പാച്ചിമാരെ 2 പേരെ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ നേരത്തെ അതുപോലെ കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട് കോടതി വരെയും പോലീസ് സ്റ്റേഷനും കോടതിയിലും നിയമപരമായി ഇടപെടേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ വലിയ ആൾത്തിരക്കാണുള്ളത്. ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവര് കുറച്ച് ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താ ന്യൂ ഇയർ ആഘോഷിക്കാവുന്നതാണോ? എങ്ങനെയുണ്ട്? രാത്രി ഉണ്ടാവുക? പേരെന്താ? അഭിഷ. ആണോ? നിങ്ങൾ എന്ത് പറയുന്നു? ന്യൂ ഇയർ ആഘോഷം അടിപൊളിയായിട്ടുണ്ട്. മറൈൻ ഡ്രൈവ് വലിയ ആഘോഷത്തിലാണ് ടോമ ഉള്ളത്. മറൈൻ ഡ്രൈവിൽ നമുക്ക് രാത്രിയിൽ തന്നെ കാണാം, വലിയ സജ്ജീകരണങ്ങളാണ്, ലൈറ്റും ഒക്കെ ആയിട്ട് വലിയ സജ്ജീകരണങ്ങളാണ്. വളരെ മനോഹരമായ ഒരു രാത്രി കാഴ്ച തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി മറൈൻ ഡ്രൈവിൽ അരങ്ങേറുന്നുണ്ട്. മാത്രമല്ല ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട്, ബോട്ട് സർവീസുകൾ കൂട്ടിയിട്ടുണ്ട്, അതുപോലെ ക്രൂസ് സർവീസുകളും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ന്യൂ ഇയർ ആഘോഷം കൂടുതൽ മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ. അതിനൊപ്പം തന്നെ ഈ പോലീസുകാരെ 1300 പോലീസുകാരെയാണ് ഫോർട്ട് കൊച്ചിയിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വലിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ്. അതുപോലെ മെട്രോ സർവീസ്, വാട്ടർ മെട്രോയും അതുപോലെ മെട്രോ റെയിലും സർവീസുകൾ കൂട്ടിയിട്ടുണ്ട്. വാട്ടർ മെട്രോ ഹൈക്കോടതി, അതുപോലെ മട്ടാഞ്ചേരി തിരിച്ച്, അതുപോലെ ഹൈക്കോടതി വൈപ്പിൻ, ഇവിടേക്കുള്ള സർവീസുകൾ രാത്രി 1:30 വരെ ഉണ്ടാകും. അതുപോലെ മെട്രോ സർവീസും തൃപ്പൂണിത്തുറ ആലുവ ഭാഗത്തേക്കും രാത്രി 1:30 വരെ സർവീസുകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വലിയ ആൾക്കൂട്ടം ഇപ്പം മറൈൻ ഡ്രൈവിൽ ഈ പറഞ്ഞതുപോലെ ഫോർട്ട് കൊച്ചിയിൽ 2 മണിക്കാണ് എൻട്രി അവസാനിച്ചത്. മറൈൻ ഡ്രൈവിൽ ഒരു വലിയ ആൾക്കൂട്ടം എന്ന് പറയാൻ ഇപ്പോഴില്ല, പക്ഷെ അത് കൂടിക്കൂടി വരും. ഈവനിങ് കുറച്ചുകൂടി വൈകുന്നേരം ആകുമ്പോഴേക്കും കൂടിക്കൂടി വരും. ഇപ്പോൾ കുട്ടികളുമായിട്ട് രാത്രി സുരക്ഷ മാനിച്ചിട്ട് പകല് വന്നു പോകാൻ ഒരുങ്ങുന്ന ആളുകളാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ഉള്ള ആളുകളെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. എന്തായാലും
ഈ മറൈൻ ഡ്രൈവിൽ ഒരു വലിയ റഷ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ചോദിക്കാം, ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇറങ്ങിയാണോ? അതെ അതെ. എങ്ങനെയുണ്ട് മറൈൻ ഡ്രൈവ്? എല്ലാ ദിവസവും വരുന്നുണ്ടോ അതോ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ്. എവിടെ വീട്? പന്തളം. പന്തളത്ത്. ന്യൂ ഇയർ കാണാൻ മീൻസ് കാണാൻ അല്ല, ഇന്ന് വന്നതാ. പ്രത്യേകിച്ച് മെട്രോയിൽ കയറി. എങ്ങനെയുണ്ട് മൊത്തത്തിൽ കൊച്ചി? മെട്രോ കൊള്ളാം, നന്നായിട്ട്. അങ്ങനെ അതായത് പുറത്തുനിന്നുള്ള ആളുകൾ, കൊച്ചിയിലുള്ളവർ മാത്രമല്ലല്ലോ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എവിടെ ന്യൂ ഇയർ ആഘോഷമായിട്ട് വന്നതാണോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഞങ്ങള് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലുലുമാളിൽ പോയി അങ്ങനെ വന്നതാണ്. അപ്പൊ മറൈൻ ഡ്രൈവിലോട്ട് വന്നോണ്ടിരിക്കുക. ഞങ്ങളൊക്കെ നോക്കാൻ. എന്ത് പേര്? റാനിയ. എവിടെ? പാലക്കാട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്തായാലും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വിവിധ ജില്ലകളിലുള്ള ആളുകൾ നമുക്ക് വെക്കേഷൻ മൂഡിന്റെ ഭാഗമായിട്ട് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ എത്തുന്ന ആളുകളാണ്, എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമുക്ക് നമ്മുടെ പിന്നിലായിട്ട് ആൾക്കൂട്ടം എന്ന് പറയുന്ന എവിടെയായിരുന്നു ന്യൂ ഇയർ കാണാവുന്നതാണോ? അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ കണ്ടോ? ഞങ്ങൾ കഴിഞ്ഞപ്പോ വാട്ടർ മെട്രോയിൽ കയറാൻ പോവാണ്. കുടുംബമായിട്ട് എത്തിയതാ. ഞങ്ങളെ മക്കളൊക്കെ. ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എത്തിയവരൊക്കെ തന്നെ ഏറെയും കുടുംബങ്ങളാണ് ഈ ഒരു സമയത്ത്. വൈകുന്നേരത്തേക്കാവുമ്പോൾ കുറച്ചുകൂടി യൂത്തിന്റെ ഒരു പ്രസൻസ് ഒക്കെ ഇവിടെ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്നത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ആഘോഷങ്ങൾ കടക്കാൻ പോലീസ് അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ലഹരി പരിശോധനകൾ ഉണ്ടാകും. എക്സൈസ് അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണെങ്കിലും വൈകുന്നേരം DJ ഉള്ളത് കൊണ്ട് തന്നെ അതിന് കടുത്ത നിയന്ത്രണമൊന്നും ഉണ്ടാകില്ല. പക്ഷേ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കും. അവിടെ തന്നെ 1300 പോലീസുകാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവരവരുടേതായിട്ടുള്ള ഡിവിഷൻ അനുസരിച്ചിട്ടുള്ള പോലീസുകാരെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട്. എന്തായാലും വലിയ നിയന്ത്രണം എന്ന് പറയുന്നത് ആളുകളെ കടുത്ത നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ആഘോഷം മോഡ് തന്നെ ആയിരിക്കും. പക്ഷേ സുരക്ഷാ സംവിധാനങ്ങൾ പ്രോപ്പറായി ഒരുക്കുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയാകുമ്പോഴാണ് കുറച്ചുകൂടി, കാരണം ഈ മരങ്ങളിലൊക്കെ ലൈറ്റ് ക്രമീകരണങ്ങളുണ്ട്. ഇതൊക്കെ ഭംഗിയായി കാണണമെങ്കിൽ കുറച്ചുകൂടി രാത്രിയാവണം. വൈകുന്നേരത്തോടു കൂടിയാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയുക. അതേസമയം ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിൽ മഴമരം ഒരുങ്ങിയിട്ടുണ്ട്. മഴമരത്തിൻ്റെ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ 10,000-കണക്കിന് ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 6:30 മണിയോടുകൂടി എല്ലാ ദിവസവും ക്രിസ്മസ് ദിനം മുതൽ 6:30 മണി മുതൽ മഴമരം ലൈറ്റിനിങ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്തായാലും കൊച്ചി അതിഭീകരമായി ഗംഭീരമായി ന്യൂ ഇയറിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ന്യൂ ഇയർ എത്താൻ എന്നുള്ളതാണ്. എന്നിരുന്നാലും ആളുകൾ അവരുടെ ഒരു സന്തോഷം പങ്കിടാനൊക്കെ ഇപ്പോഴും നമുക്ക് ഈ ഭാഗത്തായി കാണാം. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, വന്നു ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏത് ഭാഗത്തു നിന്നാണ്? എന്തായാലും അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പോൾ നമുക്കുള്ളത്. നമ്മൾ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂ ഇയറിൻ്റെ ഒരു വൈബ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. യൂത്തൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആഘോഷത്തിൻ്റെ കൂട്ടത്തിൽ ചേരുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് കേട്ടോ. വളരെ നിറമുള്ള കാഴ്ചകളാണ്, സന്തോഷകരമായൊരു നിമിഷങ്ങളിലാണ് കടന്നു പോകുന്നത്. കാരണം കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ, തൃക്കാക്കരയിൽ, അങ്ങനെ എറണാകുളം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ, ചെറു ഗ്രാമങ്ങളിൽ പോലും പുതുവത്സരത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു വർഷം, അതായത് വരുന്ന വർഷം നിറമുള്ളതാകട്ടെ, സന്തോഷമുള്ളതാകട്ടെ. പലപ്പോഴും നമുക്കറിയാം എവിടെയാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഈ നിറം കെടുത്തുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ലഹരി ഉപയോഗമാണ്. ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് പലരും അക്രമത്തിലേക്ക് മാറുന്നത്, അക്രമികളാകുന്നത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കുക, ലഹരി ഇല്ലാത്ത, പൂർണ്ണമായി ലഹരി വിമുക്തമായ ഒരു നല്ല പുതുവത്സരം എല്ലാവർക്കും ആഘോഷിക്കുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.